ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹോട്ട് ആൻഡ് സ്പൈസി സ്പെഷ്യൽ ബീഫ് കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അതുമാത്രമല്ല, ഇതിൽ നമ്മൾ പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടുണ്ട്. ക്യാരറ്റും പൊട്ടറ്റോയും ഒക്കെ നമുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് തോന്നുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 1/2 കിലോ ബീഫാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക്, 2 പച്ചമുളക് ഞാൻ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊരു 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് എടുത്തിട്ട് ഒരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ബീഫ് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് വഴറ്റി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം. ചതയ്ക്കേണ്ട, അരിയണ്ട, വെറുതെ അത് മുഴുവനോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക. ഇതിന് കൂടെ നമുക്ക് ഒരു 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. 2-3 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു ക്യാരറ്റ് നീളന അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി 2 ഉരുളൻകിഴങ്ങ് നീളനെ ഇതുപോലെ തന്നെ അരിഞ്ഞത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങിൻ്റെ കളറ് ഒന്നൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് ഹാഫ് കുക്കായി കിട്ടണം. ക്യാരറ്റും ഉരുളൻകിഴങ്ങൊക്കെ ആവശ്യത്തിന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്കതിന് കോരി മാറ്റാം. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വേപ്പിലയും ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 3 സവാള നീളനെ അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒത്തിരി നേരിയതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ വീതിയിൽ നമുക്ക് ഈ സവാള അരിഞ്ഞെടുത്ത് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സവാളൊക്കെ ശരിക്കും വഴണ്ടി വന്നിട്ട് അതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം, 1/2 സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി ശരിക്കും ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് ശരിക്കും മൂത്താൽ മാത്രമേ ശരിക്കും നമ്മുടെ ആ ബീഫ് കറിക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ശരിക്കും നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് മൊത്തത്തിലൊന്ന് ഇളക്കി ഇതിലേക്ക് ഒരു 2 സ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ബീഫ് വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും ക്യാരറ്റും ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് 2 മിനിറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ
ഹോട്ട് ആൻഡ് സ്പൈസി ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിനും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹോട്ട് ആൻഡ് സ്പൈസി ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.